എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ആലപ്പുഴ കലവൂരിൽ നിന്നാണ് രഹസ്യമായി മറവ് ചെയ്ത നിലയിൽ ഇവരുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. ഒരു മാസം മുമ്പ് ഇവരെ കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തുവെന്ന് സംശയിക്കുന്ന കാട്ടൂർ സ്വദേശിയായ മാത്യുവിനും ഭാര്യയ്ക്കുമായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരെ ഈ ദമ്പതികൾക്കൊപ്പം സുഭദ്ര നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു. അത് വലിയൊരു നിർണായകമായ വഴിത്തിരിവായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇവർക്കായുള്ള അന്വേഷണം ഇപ്പോൾ ശക്തമായ രീതിയിൽ പുരോഗമിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഏത് ഘട്ടത്തിലായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ? സിജു, ഇപ്പോൾ ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. 2-3 ടീമുകളായിട്ട് പോലീസിൻ്റെ സ്ക്വാഡുകൾ ഇപ്പോൾ എറണാകുളത്തും അതോടൊപ്പം തന്നെ കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഇവർ പോകുന്ന പാതകളൊക്കെ തന്നെ ഇവർക്ക് ഏത് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് ഇതൊക്കെ തന്നെ പോലീസിന് വളരെ കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത്, ഇവരുടെ മൃതദേഹത്തിന് എത്ര കാലപ്പഴക്കമുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. ഏതാണ്ട് 1 മാസം കാലപ്പഴക്കമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പോലീസൊക്കെ തന്നെ വ്യക്തമാക്കിയത്. ഇതൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം എന്തായാലും എറണാകുളത്തേക്ക് കൊണ്ടുപോകും. മക്കൾ അവിടെ സംസ്കരിക്കാൻ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കടവന്ത്രയിൽ നിന്ന് വരെ ആലപ്പുഴ എത്തുകയും കലൂർ വരികയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം മൃതദേഹം ഇവിടെ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം എന്തായാലും ഇതിൻ്റെ പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെ പോലീസിനോട് ഫോറൻസിക് ഡോക്ടർമാരും മറ്റും വ്യക്തമാക്കും. അപ്പോൾ നമുക്ക് ഷാജഹാനാണ് കലവൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കടവന്ത്രയിൽ നിന്ന് കാണാതായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഷാജഹാൻ പങ്കുവച്ചത്. ഒപ്പം തന്നെ കൊലപാതകളെന്ന് സംശയിക്കുന്ന ദമ്പതികൾക്കായുള്ള തെരച്ചിലും ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.